പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഡെയിലി ബ്രെഡിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫീഡിംഗ് പ്രെയർ നടത്തുന്നത്. ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ, ജീവിത വിഷയങ്ങൾ ഭക്തിയോടെ നമുക്ക് ദൈവദേശത്തിന് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ തന്നെ ഓർക്കുക, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒരു അനുഗ്രഹം നമുക്ക് ഉറപ്പായി. അത് കൃപാസനത്തിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്താണ് നിന്റെ ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകണത്. അല്ല, നീ ഒറ്റക്കല്ല. നിന്റെ വിഷയങ്ങൾക്ക് ലക്ഷക്കണക്കിന് പ്രാർത്ഥനയും കൃപാസനത്തിൻ്റെ ആസ്തികളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ജപമാലയും ജപമാല റാലിയും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനയെല്ലാം നിന്റെ കുടുംബത്തിൻ്റെ ഓഹരിയാകണേ. കർത്താവിൻ്റെ ഈ കൃപാസന പ്രാർത്ഥനയോട് നീ ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നുള്ള ഒറ്റ വെളിപാടിലാണ് കർത്താവേ ഉടമ്പടി നിലനിൽക്കുന്നത്. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ കഴിവോ ആളോ ശേഷിയോ അർത്ഥമോ ഒന്നും കർത്താവെ ചിലപ്പോൾ വിലപ്പോകത്തില്ല. അങ്ങനെയുള്ള എല്ലാ മേഖലകളും ഇന്ന് പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന പ്രത്യേക വിഷയങ്ങൾ പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജോലികൾ, ഇന്ന് SLC കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. ഒത്തിരി കുഞ്ഞുങ്ങളുടെ പരീക്ഷ ഹാളിലേക്ക് ഇന്ന് പോവുകയാണ്. ഒത്തിരിയേറെ പേര് ഈ സമയത്ത് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ പരിശുദ്ധമ്മേ, അവരുടെ മേലെല്ലാം കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് യോഗ്യമായ രീതിയിലുള്ള മാർക്ക് റിസൾട്ട് ലഭിക്കാൻ അവിടെ എല്ലാ തടസ്സങ്ങളെയും അവിടെ എല്ലാ തകരാറുകളെയും അമ്മ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ ഉത്സാഹം പഠിക്കുന്ന മനസ്സിൽ പതി നിൽക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കൈവരിക്കുവാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണമേ. അപകടങ്ങൾ, രോഗങ്ങൾ, പരീക്ഷക്കാലത്തുണ്ടാകുന്ന ഓരോരോ തരത്തിലുള്ള ശനിപാതങ്ങൾ, മക്കൾക്ക് അനുഭവിക്കുന്ന മനപ്പീഡകൾ എല്ലാത്തിൽ നിന്നും അങ്ങനെ മക്കൾ സംരക്ഷിക്കണം. കർത്താവേ, കുഞ്ഞുങ്ങൾ എഴുതുന്ന പുസ്തകം, വായിക്കുന്ന ക്വസ്റ്റ്യൻ, എഴുതുന്ന ആൻസർ ബുക്ക്, പേന, എല്ലാ സമയവും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും പരീക്ഷയുടെ സമയത്ത്. അതിന്റെ ഉത്തരം കുഞ്ഞ് കർത്താവെ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്നുള്ള ചെയ്ത ഐസയ്യ 30:21 വചനങ്ങളിലൂടെ നീ തന്നെ അങ്ങയുടെ മക്കൾക്ക് കർത്താവ് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് ശരിയായിട്ട് എഴുതുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിജയം നൽകുന്നത് കർത്താവാണെന്ന് പറയുന്ന അതേ വചനം അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകണമേ. കുഞ്ഞുങ്ങളെ പോറ്റുകയും അവരുടെ പരീക്ഷയ്ക്ക് അവരെ ഒരുക്കുന്ന മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ പരീക്ഷയുടെ എല്ലാ ദിവസങ്ങളും നിങ്ങൾ ആരോഗ്യമായിരിക്കാനും മനസ്സമാധാനത്തോടെ ഇരിക്കുവാനും സന്തോഷത്തോടെ പരീക്ഷ എഴുതുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ, മത്സരങ്ങളും പലതരത്തിലുള്ള ആക്രമണങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നെല്ലാം കർത്താവ് അങ്ങനെയുള്ള എല്ലാ തിന്മകളും അങ്ങ് പാടെ വിഭാടനം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എല്ലാ പരീക്ഷാർത്ഥികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ജോലിക്ക് പോകുന്നവര്, ജോലി തേടിപ്പോകുന്നവര്, ജോലി നഷ്ടപ്പെട്ടിട്ട് വേദനിക്കുന്നവര്, അവരെല്ലാം സമർപ്പിക്കുന്നു. കർത്താവിന് നോൻപ് ആരംഭിക്കുന്ന ചില സഭകളിലെ ആ നോൻപിൻ്റെ ചൈതന്യത്തോടെ ജീവിക്കാനുള്ള അരൂപി അവർക്ക് പ്രത്യേകമായി നൽകി സഭയെ അങ്ങ് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് നോൻപ് ആരംഭിക്കുന്ന സീറോ മലബാർ സഭയെയും മലങ്കര സഭയെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, അതിലുള്ള എല്ലാ അംഗങ്ങളും കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുവാനും ഈ നോൻപിൻ്റെ കാലത്ത് പശ്ചാത്താപത്തിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് സഭ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും യൗവനം പ്രാപിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ കരുണ സഭയുടെ മേൽ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. ലോർഡ്, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം സക്കറിയ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നതുപോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അതായത് ഈ സക്കറിയ എന്ന് പറഞ്ഞ പ്രവാചകന് ദൈവം നൽകിയ ഒരു ദർശനമാണ് ഇതിന്റെ പ്രമേയം. നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും ഓരോന്നിനും മുകളിൽ 7 ദലങ്ങൾ കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ, എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല. പ്രഭോ,
പ്രഭു ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബ്ബാബേലിനോട് അരുൾ ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇതിന്റെ അതായത് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കർത്താവ് സെറുബ്ബാബേലിനോട് അരുളി ചെയ്തു, സൈന്യബലത്താലല്ല, പിന്നെ കരബലത്താലുമല്ല, പിന്നെ എന്താണ്, എൻ്റെ ആത്മാവിലാണ്. ഭയങ്കര ചരിത്രപ്രസിദ്ധമായ ഒരു വെളിപാടാണിത്. അതായത് ഈ സെറുബ്ബാബേൽ എന്ന് ഇത് എന്താണെന്ന് ഇതിൻ്റെ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറുബ്ബാബേൽ എന്ന് പറയുന്നത് ഒരു രാജകുമാരനാണ്. എന്നുവെച്ചാൽ യോവാഖീം രാജാവിൻ്റെ, യൂദയയുടെ അവസാനത്തെ രാജാവാണ്. ബാബിലോൺ കാലത്ത് വിപ്രവാസം നടന്നല്ലോ. പ്രവാസികളെ അവരെ പിടിച്ചുകൊണ്ട് പോയല്ലോ യുദ്ധത്തിൽ ബാബിലോൺകാരെ. അപ്പം അന്ന് നിലവിലിരുന്ന രാജാവാണ് യോവാഖീം. ഈ യോവാഖീം രാജാവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് സെറുബ്ബാബേൽ. പക്ഷേ ഇവർ ഡയാസ്പൊറയിൽ ബാബിലോണിൽ അടിമകളായി താമസിക്കുന്ന കാലത്താണ് സെറുബ്ബാബേൽ ജനിക്കണത്. പക്ഷെ സെറുബ്ബാബേലിന് ദൈവം പ്രത്യേക അഭിഷേകം നൽകി. സെറുബ്ബാബേലിൻ്റെ അഭിഷേകം നൽകിയിട്ട് സെറുബ്ബാബേൽ ആണ് ബാബിലോൺ ബന്ധസ്ഥരായവരെ മോചിപ്പിച്ച് തിരിച്ച് സെറുബ്ബാബേലിൻ്റെ നേതൃത്വത്തിലാണ് തിരിച്ച് വാഗ്ദാന നാട്ടിലോട്ട് വരണത്. എന്നിട്ട് അവർ ജെറുസലേം ദേവാലയം പുതുക്കി പണിയും. ഇസ്രായേൽ സമൂഹം വീണ്ടും യൂദയായാലും ഇസ്രായേലിൻ്റെ അധികാരികളും അവകാശികളുമായി മാറും. അപ്പോൾ അധികാര അവകാശ പുനഃസ്ഥാപനമാണ് സെറുബ്ബാബേൽ. ഇത് യേശുവിൻ്റെ പ്രോട്ടോടൈപ്പാണ്. രക്ഷ വീണ്ടെടുത്ത യേശുവിൻ്റെ പഴയകാല പ്രോട്ടോടൈപ്പാണ്, മുൻകാല രൂപമാണ് ഈ സെറുബ്ബാബേലായിട്ടുള്ളത്. പഴയകാലത്തെ സെറുബ്ബാബേൽ യേശുവിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രതിഫലന ദർപ്പണമാണ് ഇദ്ദേഹം. ഇവിടെ എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ പറയണത് എന്താണ്, സെറുബ്ബാബേൽ ബാബിലോണിൽ നിന്ന് ഡയാസ്പൊറയിലും വിപ്രവാസത്തിൽ പോയവരെ മോചിപ്പിച്ചുകൊണ്ട് വന്നത് കരബലത്താലല്ല സൈന്യബലത്താലുമല്ല കർത്താവിൻ്റെ ആത്മാവിലാണെന്ന്. എന്നുവെച്ചാൽ നമ്മളുടെ മുഴുവനും ഇങ്ങനെയാണ്. അതായത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണിത്. കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും നേടണമെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, വളർച്ച ഉണ്ടാകണമെങ്കിലും, നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ലോകത്തിനൊരു നിയമമുണ്ട്. നമ്മളൊക്കെ അത് കൈക്കരുത്തുള്ളവൻ കാര്യക്കാരൻ, കൈക്കരുത്തില്ലാത്തവൻ എന്ത് ചെയ്യും, അവൻ ജീവിക്കേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ. അതുകൊണ്ടാണ് ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും ആ വഴിക്കാണ് വന്നത്. ഇപ്പം നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, ഡാർവിൻ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഏറ്റവും ഫേമസ് ആയിട്ട് പുസ്തകമാണ്. ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാം നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ്. ഈ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യണത് ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം സർവൈവ് ചെയ്താൽ മതി എന്നാണ് ഈ പ്രകൃതി പറയണത്. അതാണ് പ്രകൃതി നിയമം. ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം. പ്രകൃതിയുടെ നിയമം എന്താണ്? സെക്കുലർ നിയമങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം നിലനിന്നാൽ മതി. എന്നുവെച്ചാൽ മെരിറ്റുള്ളവർ മാത്രം, ഫിറ്റ് വെച്ചാൽ മെരിറ്റാണല്ല, മെരിറ്റുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതി എന്നുള്ളതാണ് പ്രകൃതി നിയമം. ഈ പ്രകൃതി നിയമത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരുണ ചേർത്തുകൊണ്ടാണ് ബൈബിള് വിഭാവന ചെയ്യേണ്ടത്. ബൈബിൾ പറയും നോട്ട് ബൈ ഫിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നോട്ട് ബൈ മെറിറ്റ്, അതാണ് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് ഫിറ്റെന്ന് പറയണതും അതുപോലെ തന്നെ മെറിറ്റ് എന്ന് പറയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സാധനം ഫിറ്റാകാൻ മെറിറ്റോറിയസ് ആകാം. പക്ഷേ ഈ ഫിറ്റ് അല്ലാത്തവനും അത് ചിലപ്പോൾ ഏറ്റവും കൈക്കരുത്തുള്ളവൻ കാര്യക്കാരനാകും. കരുത്തില്ലാത്തവനെയും കൂടി കരുണ സംരക്ഷിക്കുന്നതുകൊണ്ട് കരുത്തില്ലാത്തവർക്ക് വേണ്ടി കരുണ വെച്ചിരിക്കുന്നത്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവിൻ്റെ കരുണ കൊണ്ടാണെന്ന്. അതെന്ന് വെച്ചാൽ കരുണ മാത്രമല്ല വിഷയം. പല വിഷയങ്ങളും ഈ ഭൂമിയിൽ, നിൻ്റെ വീട്, വസ്തു, ജോലി, പ്രമോഷൻ, ആരോഗ്യം, ആയുസ്, മക്കളുടെ ജോലി, നിൻ്റെ വിവാഹം, നിൻ്റെ പ്രസവം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന് ചിലപ്പോഴും ഒരു മെറിറ്റ് വരുമ്പോൾ ഒരു പരിധിയുണ്ട്. പക്ഷേ ഗ്രേസിന് പരിധിയില്ല. ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിക്കും, ഡോക്ടർ പറഞ്ഞു ഗർഭശിശുവിന് ഹൃദയത്തിന് ദൂരമുണ്ട്, അത് കട്ട് ചെയ്യാനാണ് നല്ലത്, അബോർട്ട് ചെയ്യാനാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു അംഗവൈകല്യമുള്ള ഇന്ത്യൻ പൗരൻ ജനിക്കാതിരിക്കണം, രാജ്യം ആരോഗ്യമുള്ളവരെ കൊണ്ട് നിറക്കണം എന്നുള്ളത്. പക്ഷേ ഭൗതിക രാജ്യം അങ്ങനെയാണ്. പക്ഷെ ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ സ്പിരിറ്റ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും, കർത്താവ് ഇടപെട്, വെയിറ്റ്, ഇതിനു വേണ്ടിയുള്ള വിശ്വാസമുള്ളത്, ഇതിനു വേണ്ടിയുള്ള ആത്മീയതയുള്ളത്, ഇതിനു വേണ്ടിയുള്ള ദൈവം നമ്മുടെ കൂടെ, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള നമ്മുടെ മെറിറ്റും ഫിറ്റ്നസ്സും നഷ്ടപ്പെടുമ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിനെ സുവിശേഷം
ടാലി ചെയ്യണം. അപ്പോഴേ സുവിശേഷം ഭയങ്കരമായ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും നൽകുന്നത്. എവിടെയെല്ലാം ഫിറ്റ്നസ് പോകുന്നു, എവിടെയെല്ലാം മെറിറ്റ് പോകുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസാണ്. ആ സ്പേസാണ് അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കഴിവുണ്ടാകണം. നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ കാശ് കൊണ്ടോ, നിന്റെ ആള് കൊണ്ടോ, നിന്റെ അർത്ഥം കൊണ്ടോ, പറമ്പ് കൊണ്ടോ, പൊന്നു കൊണ്ടോ, പാർട്ടി കൊണ്ടോ, അതെല്ലാം മെറിറ്റിൽ പെടുന്ന. അല്ലാതെ ഒരു വിഷയം നിനക്ക് വരുമ്പോൾ ഓർക്കുക, ഇത് ഈ സ്പേസ് ദൈവത്തിൻ്റെതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടരുത്. ദൈവത്തിനെന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദൈവത്തിൻ്റെ ഫോർമാറ്റ് അവിടെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ, ദൈവം സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ തിന്മയിലും ലോകത്തിൻ്റെ രീതികളിലും പെരുമാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ഗ്രേസ് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്താപം ഈ നോൻപ് കാലത്ത് പ്രധാനപ്പെട്ടതാണ്. നോൻപ് കാലം അനുഗ്രഹത്തിൻ്റെ വസന്തകാലമാണ്, പക്ഷേ പശ്ചാത്താപത്തിൻ്റെയും വസന്തകാലമായിരിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിജയത്തിൻ്റെ വഴികളിൽ നമ്മൾ രണ്ട് താഴ്ചകൾ കണ്ടു. എന്താണ്? തന്നെത്താൻ താഴ്ത്താൻ പറ്റും, പിന്നെ മനുഷ്യർ, ദ സെക്കൻഡ് പേഴ്സൺ, അതർ പേഴ്സൺ നമ്മളെ താഴ്ത്തും. അതാണ് നമ്മൾ ഐസിയ 53:3 കണ്ടത്. തന്നെത്താൻ താഴ്ത്തുന്നത് നമ്മൾ ഫിലിപ്പിയർ 2:6 കണ്ടു. ഇനി ദൈവം തന്നെ നേരിട്ട് നമ്മളെ താഴ്ത്തും, നമ്മളെ എളിമപ്പെടുത്തും. ദൈവം തന്നെ നേരിട്ട് നമ്മളെ എളിമപ്പെടുത്തും. അത് ദൈവത്തിൻ്റെ പണ്ട് മുതലേയുള്ള വിശ്വാസ വഴികളിലുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാണ്. നിയമാവർത്തനം 8:2 എന്താ പറയണത്? അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിച്ചത് എന്ത് മരുഭൂമിയാണ്? ശൂന്യത ഓരിയിടുന്ന മരുഭൂമി. എന്ത് മരുഭൂമിയാണ്? ആഗ്നേയ സർപ്പങ്ങളുള്ള മരുഭൂമി. എന്ത് മരുഭൂമിയാണ്? വെള്ളവുമില്ല ഭക്ഷണവുമില്ലാത്ത മരുഭൂമി, പട്ടിണിക്കാലം. അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ കരിന്തേള് മഞ്ഞത്തേളുകളുള്ള മരുഭൂമി. കാര്യം നമ്മൾ കുറേ നാളത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ തേളിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരെ കണ്ടുമുട്ടത്തുള്ളൂ. തന്തയ്ക്ക് വിളിക്കണവരും തോന്നിവാസികളും നമ്മളെ മൈൻഡ് ചെയ്യാത്തവരും ഒരു കാലമാണ്. ജീസസിൻ്റെ കൂടെ ഈ കാലങ്ങൾ ഒത്തിരി ഉണ്ട് മക്കളെ. നിങ്ങളെപ്പോഴും വിചാരിക്കരുത് സന്തോഷത്തിൻ്റെ കാലമല്ല, എല്ലാ തരത്തിലുള്ള കാലമുണ്ട്. മരുഭൂമിയിലൂടെ പോകുമ്പോൾ എന്താണ്? ആഗ്നേയ സർപ്പങ്ങളാണ്. പണിയും പാരയും വരണത് അറിയത്തില്ല. കാര്യം ആഗ്നേയ സർപ്പങ്ങൾ കണ്ടിട്ടില്ല, തീപ്പാമ്പ്. അവൻ ഈ മരുഭൂമിയിലെ മഞ്ഞ മണ്ണിൻ്റെ ഉള്ളിൽ പൊതഞ്ഞ് കിടന്നിട്ട് മൂക്ക് മാത്രം മോളി വെക്കും, കാണത്തില്ല. പാര എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ചവിട്ടടിയും നമുക്കെതിരെയുള്ള മരണം പതിയിരിക്കുന്ന കാലമാണ്. ചവിട്ടടിയും മരണം പതിയിരിക്കുന്നു. ചവിട്ടി കഴിയുമ്പോഴാകുമ്പോൾ പിടിക്കണം നമ്മളെ. അപ്പം അങ്ങനെ ഒരു കാലമുണ്ടാകും, മരുഭൂമിയിലൂടെ നയിക്കും. പക്ഷേ എന്താ പറയണത്? ഭജനം എന്താ പറയണത്? ഇങ്ങനെ അവിടുന്ന് നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താനും. അതാണ് സംഭവം. ഇതാണ് നിയമാവർത്തനം 8:2, 8:3. നിങ്ങളെ എളിമപ്പെടുത്താനും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനങ്ങൾ കൊണ്ട് കൂടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് പിന്തിരിയാൻ വേണ്ടിയാണ് എൻ്റെ മക്കളൊരു പണി ചെയ്യണം. ഇപ്പോൾ ഇന്നാളൊരു അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ വീട്ടിലെപ്പോഴും കലഹം, മക്കൾ തമ്മിലടിയും ദേഹോപദ്രവവും, വീട്ടിൽ ചില ആൾക്കാർ അടുക്കളയിലുള്ള പെണ്ണുങ്ങളെ അരിയിട്ട് വെക്കണില്ല, സമയത്ത് ആഹാരമില്ല, എല്ലാം സമരവും സ്ട്രൈക്കുമാണ്. വീട്ടിൽ തമ്മിലടിയും അതിൻ്റെ പേരിലുണ്ടാകുന്ന വീട്ടിൽ അരിയിട്ട് വെക്കാത്ത പട്ടിണിക്കാലമാണ്. പലതരത്തിലുള്ള കാലങ്ങളാണ്. ഇങ്ങനെ കാലം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ ഭർത്താവ് വെള്ളം അടിച്ച് നടക്കും, നമ്മുടെ കാര്യം അന്വേഷിക്കത്തില്ല. ഈ മക്കൾ തമ്മിലടിയും പല വിഷയങ്ങളാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൊബൈൽ വേണമെന്ന് പറഞ്ഞ് നടക്കണില്ലേ? അല്ലേ? ഇപ്പോൾ ആപ്പൊക്കെ ഏതെങ്കിലും ഗവൺമെൻറ് തൽക്കാലത്തേക്ക് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാരണം ടിക്ടോക്ക് അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഒന്നുമില്ല. ആപ്പുള്ളത് ചിലക്ക് കളി കാണണം, ചിലക്ക് സ്പോർട്സ് കാണണം, ചിലക്ക് സിനിമ കാണണം, ചിലക്ക് കോമഡി കാണണം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു മൊബൈലിന് പകരം ചിലക്കിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിന് മൊബൈൽ വേണം. അപ്പോൾ 2 മൊബൈൽ കൊണ്ട് തമ്മിലിടിയാണ് ഓരോ പ്രോഗ്രാമിനെ. അപ്പോൾ ഇവർ തമ്മിൽ പറഞ്ഞ് ഉടക്കി തമ്മിൽ ചിലപ്പോൾ അടിയും, ചിലപ്പോൾ തമ്മിൽ പല ഇഷ്യൂസും ഉണ്ടാവും. അതിൻ്റെ പേരിൽ പല ആൾക്കാരും കെറിയിക്കുകയും വഴക്കിടുകയും, എന്നിട്ട് നമ്മൾ ചില അറിയാത്ത സമയത്ത് തെറ്റ് ചെയ്തവനെ നമ്മൾ പിന്നെയും വഴക്കിടും, തെറ്റ് ചെയ്യാത്തവനെ നമ്മൾ വഴക്കിടും. തെറ്റ് ചെയ്യുന്നതിന് എപ്പോഴും സൂത്രക്കാരനായിരിക്കുമല്ലോ. അവൻ എന്ത് ചെയ്യുന്നത് ന്യൂട്രലായിട്ടേ നിൽക്കത്തുള്ളൂ, അവൻ വെളിപ്പെടത്തില്ല. അപ്പം നമ്മളോർക്കും തെറ്റ് ചെയ്യാത്തവനെ നമ്മൾ ആരെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ പാർഷ്യലായിട്ട് വിധിച്ചെന്ന് വരും. അപ്പോൾ അവർക്ക് അമ്മ ഇപ്പോൾ അവൻ്റെ കൂടെ ആയിരിക്കും, അവനാണ് സൂത്രപ്പണി മുഴുവൻ കാണിക്കണത്.
അപ്പോൾ അടികൊള്ളാനും ഞാൻ, വഴക്ക് കേൾക്കാനും ഞാൻ. ഉടനെ അവർ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി ഉടുപ്പ് അലക്കുക, ഭക്ഷണം പാകം ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യണവനാണ് എപ്പോഴും പരാജയപ്പെട്ട് വരുന്നത് കുടുംബത്തിൽ. വെറുതെ തിന്നണവൻ എപ്പോഴും വലിയ ആളായിരിക്കും. അവൻ സൂത്രപ്പണി മുഴുവൻ കാണിക്കുകയും ചെയ്യും. അപ്പനും അമ്മയും അറിയാതെ അവൻ്റെ കൂടെ കൂടുകയും ചെയ്യും. കാര്യം അവൻ്റെ വിക്രയങ്ങളൊന്നും അപ്പനും അമ്മയും അറിയുന്നില്ല. അവൻ സൂത്രത്തിലാണ് ആ കാര്യം ഒപ്പിക്കുകയും ചെയ്യണത്. അപ്പോഴവന് പറഞ്ഞു, ഇവിടെ എന്ത് നീതി, ഇവിടെ എന്ത് ന്യായം, ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞ് അരി വെക്കത്തില്ല. അപ്പോൾ ഉച്ചക്ക് ഊണുമില്ല. എന്തേ, ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ആരും കുറ്റം പറയരുത്. ഇവരെന്താ പറയുന്നത്? വചനം 8:2 എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ വിടുകയാണ്. ആത്മീയ സർപ്പങ്ങളാണ് മരുഭൂമിയിലുള്ളത്. അതുപോലെ തന്നെ കരിന്തേളുകളും ഉണ്ട് മരുഭൂമിയിൽ. ഇവിടെ എന്താണ്? നിങ്ങളെ വിശപ്പറിയാൻ വിട്ട്. ഉച്ചക്ക് ഭക്ഷണം ഇല്ലല്ലോ, സമരത്തിലല്ലേ ആൾക്കാർ. 60 തൊഴിലാളികളെല്ലാം സമരത്തിലാണ്. നമുക്ക് ഭക്ഷണമില്ല. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോലും തിരക്കാനും ആളില്ല. വാട്ട് ഡു? കഴിക്കാനുള്ളവരൊക്കെ വീട്ടിൽ പുറന്തിട്ട് തിന്നിട്ട് അവർ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ കഴിച്ചാൽ ഇല്ലെന്ന് പോലും തിരക്കാൻ ആളുമില്ല. വാട്ട് ഡു? എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ സമയത്ത് വരുമ്പോൾ? അവിടെ നിന്ന് മരുഭൂമിയിൽ നിങ്ങളെ വിട്ടത് നിങ്ങൾ വിശപ്പറിയാൻ വിടുകയാണ്. എന്തിനാണ്? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ഈ മക്കളെ കൊണ്ട് മാത്രമല്ല, മക്കളുടെ ശമ്പളം കൊണ്ട് മാത്രമല്ല, മക്കളുടെ സ്നേഹം കൊണ്ട് മാത്രമല്ല. അപ്പം പരവേണ്ട വിധമാണല്ലോ. നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ആരോഗ്യം തരുന്ന, നമുക്ക് ഊർജ്ജം തരുന്ന എല്ലാം അപ്പമല്ലേ. ഒരു സ്നേഹബന്ധം ചിലപ്പോൾ അപ്പമായിട്ട് വരും. അത് എല്ലാം അപ്പമാണ്. എന്നിട്ട് നമ്മളവർക്ക് എൻ്റെ മക്കളില്ലെങ്കിൽ ഞാൻ ചത്തുപോയതിനും ഞാൻ ഇവർക്ക് വേണ്ടിയെല്ലാം ജീവിക്കണമെന്നൊക്കെ വിചാരിക്കുന്നത് കള്ളത്തരം. മനുഷ്യ അത് അപ്പം കൊണ്ട് മാത്രമല്ല. എൻ്റെ നീ ദൈവത്തിലാണെങ്കിൽ എപ്പോഴെങ്കിലും ഓർക്കണം, എൻ്റെ മക്കളെ കൊണ്ട് മാത്രമല്ല ഞാൻ ജീവിക്കണത്, ഭർത്താവിനെ കൊണ്ട് മാത്രമല്ല ഞാൻ ജീവിക്കണത്, ഭാര്യയെ കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, അയൽവാസികളെ ബന്ധുക്കളെ അവർ ഫോൺ ചെയ്തിട്ട് നമ്മൾ ഉടനെ ഡെസ്പാകും. വാട്ട് നോൺ സെൻസ്, ആർ യു എ ക്രിസ്ത്യൻ? ഇപ്പോൾ കുറച്ച് പേര് നമ്മളെ വീട്ടിൽ വിളിച്ചു, അവർ വിളിച്ചില്ലല്ലോ. ഇപ്പോൾ അത് കാര്യം, ഇപ്പം നമ്മളെ കൊണ്ട് കാര്യമൊന്നും ഇല്ലായിരിക്കും. വീട്ടുകാരൻ ഉണ്ടായിരുന്ന കാലത്ത് വിളിക്കുമായിരുന്നു, പശു ചത്ത് മോരുടെ പുളിയും കെട്ട്. നമ്മൾ ഓരോ ഡയലോഗ് ഫിറ്റ് ചെയ്യണതാണ്. എന്താണ്? മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നവർ ഇങ്ങനെ ഓരോ ഇതാണ് അപ്പം എന്ന് പറയണത്. നമുക്ക് തൃപ്തി തരണ എല്ലാം അപ്പമാണ്. ചില സമയത്ത് നമുക്ക് തൃപ്തി തരുന്ന ബന്ധങ്ങൾ, നമുക്ക് തൃപ്തി തരുന്ന വ്യക്തികൾ, നമുക്ക് തൃപ്തി തരുന്ന ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, പണം, എല്ലാം തൃപ്തി. വാട്ട് ഈസ് ബ്രെഡ് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് യു? നിന്നെ എന്ത് തൃപ്തിയാക്കുന്നു അതാണ് അപ്പം. അപ്പം നമ്മളെ തൃപ്തിയാക്കുന്ന കൊണ്ട് മാത്രമാണ് ജീവിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. ദാറ്റ് ഈസ് നോട്ട്. നീ ദൈവമാണ്, ദൈവം നിങ്ങളെ തിരുത്തും. എന്താണ്? മനുഷ്യൻ നാളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമല്ല. ഈശോ പറഞ്ഞത് എന്താണ്? ഈ വെള്ളം കുടിക്കണമെങ്കിൽ ഇനി ദാഹിക്കും. 4:13 പറഞ്ഞില്ലേ യോഹന്നാൻ്റെ പുസ്തകം 4:13 എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അപ്പോഴേ തൃപ്തിപ്പെടുത്തുന്നത് ഈ വെള്ളം കൊണ്ടാണെന്ന് ധരിച്ചാൽ നിനക്കിനിയും ദാഹമുണ്ടാകും. എന്തിനാണുള്ള ദാഹമാണത്? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവർ എഴുതരുതെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ട്, കം ടു മീ, ദോസ് ഹു തേഴ്സ്റ്റ് കം ടു മീ. ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വരും. യേശുക്രിസ്തുവിനെ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. നീ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനാണ്. നിനക്ക് പലതരത്തിലുള്ള വിശപ്പ്, തൃപ്തിപ്പെടുന്ന വ്യക്തികൾ, ബന്ധങ്ങൾ, സ്വന്തങ്ങളെല്ലാം ഇങ്ങനെ വിട്ടുവിട്ട് പോകുമ്പോൾ, അപ്പം കൈമോശം വരുമ്പോൾ നീ മനസ്സിലാക്കണം, അപ്പമെന്ന് പറയണത് പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു. അതുപോലെ അല്ല ഈ അപ്പം എന്ന് പറയുമ്പോൾ, മോശ അല്ല അപ്പം തരുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് അപ്പം തരുന്നത് എന്ന് പറയുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവ് തരുന്ന അപ്പം യേശുക്രിസ്തുവാണെങ്കിൽ ആ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്രാപിക്കാൻ വേണ്ടി നിന്നോട് പറയുമ്പോൾ നീ ഓർക്കേണ്ടത് എന്താണ്? നിന്നെ തൃപ്തിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിന്നെ തോൽപ്പിക്കുമ്പോൾ ഓർക്കുക, ഈ അപ്പം കഴിച്ചാൽ മക്കൾ എത്ര സ്നേഹിച്ചാലും നമ്മൾ വയസ്സാകും, ഇല്ലേ? മക്കൾ എത്ര തന്നാലും ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് തയ്യാറുണ്ട് വരും. ഈ അപ്പം കഴിക്കുന്നവൻ ഇനിയും വിശക്കും, ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന അപ്പം കഴിക്കുന്നവന്, അതാണ് ഞാൻ തരുന്ന അപ്പം എന്താണ്? യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ മരുഭൂമി അനുഭവങ്ങളിലൂടെ, ഈ ആത്മീയ സർപ്പങ്ങളും തേളുകളുമുള്ള മരുഭൂമിയിലൂടെ ദൈവം നമ്മളെ നയിക്കുന്നത്. എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താനും. അതാണ് വാക്ക്. നീ മാത്രം 8:2 വാക്കെന്താണ്? ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങളെ തൃപ്തിപ്പെടുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, സ്വന്തങ്ങൾ, ബന്ധങ്ങളെല്ലാം ദൈവം കൈവെക്കുമ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, പിന്നെന്താണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണെങ്കിൽ ദൈവ പൈതലേ വചനത്തിലേക്ക് പിന്തിരിയുക, യേശുവിനെ സ്വീകരിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. സങ്കടപ്പെട്ട് വെറുതെ ഇരുന്ന് അത് ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. വിഷമം വരണ സമയത്ത് കർത്താവിൻ്റെ വചനം എടുത്ത് വായിക്കണം.
തേളുകളും ആത്മീയ സർപ്പങ്ങളും നിന്നെ വേട്ടയാടുമ്പോൾ മരുഭൂമിയിലൂടെ നീ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നീ ഏകസ്ഥനായി പോയി ആർക്കും നിന്നെ വേണ്ട എന്ന് എല്ലാവർക്കും എന്നെ ഉപയോഗം ഉണ്ടായിരുന്ന കാലങ്ങളിൽ എല്ലാവർക്കും എന്നെ വേണമായിരുന്നു. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഡിപ്രൈവ്ഡായി പോയിട്ടുണ്ടെങ്കിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് ദൈവത്തിന് മനുഷ്യനോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണ്? നിന്നെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നീ ജീവിക്കേണ്ടത്. നിന്നെ തൃപ്തിപ്പെടുത്തേണ്ടത് ഇതെന്തെല്ലാം നിന്നെ തൃപ്തിപ്പെടുത്തിയാലും ഈ വെള്ളം കുടിക്കണമെന്ന് ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കൂടി ഒരിക്കലും ദാഹിക്കത്തില്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൊണ്ടാണ് നിൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നിന്നെ മരുഭൂമിയിലൂടെ നയിക്കുന്നത്. എന്തിനാണ്? യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ബേസിക് വാട്ട് യു നീഡ്, അതിനാണ് നിന്നെ എളിമപ്പെടുത്തുന്നത്. നിന്നെ എളിമപ്പെടുത്താനാണ് ഈ മരുഭൂമി അനുഭവങ്ങൾ. അത് ദൈവം ചെയ്യണ ജോലിയാണ്. അത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം ചെയ്യുന്ന എളിമപ്പെടുത്തലുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന എളിമപ്പെടുത്തലുണ്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ട എളിമപ്പെടുത്തലുണ്ട്. ഇതെല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കൊണ്ടുകൂടിയാണ് നീ ജീവിക്കണം എന്നാണ് നിയമാവർത്തനം 8:2-3 പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ നിന്റെ ശരീരം എനിക്കു നൽകാൻ. എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അപ്പോഴാണ് അതിനാണ് ഉയർത്തപ്പെടുന്നത് ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മളെ താഴ്ത്തുന്നത് ആരൊക്കെയാണ്? നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തണമെന്ന് പറഞ്ഞു ഇല്ലേ? നമ്മുടെ മത്തായി ശ്രീകാരുടെ സുവിശേഷം 23:12 തന്നെത്താൻ താഴ്ത്തുന്നവൻ ആണ് ഉയർത്തപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഉയർത്തപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ താഴ്ത്തപ്പെടുന്നതെന്നാണ് ബൈബിളിൻ്റെ ഒരു ഫോർമുല, ഒരു ആധ്യാത്മിക പ്രക്രിയ എന്ന് പറയണത്. അതാണ് മത്തായി 23:12 തന്നെത്താൻ. അപ്പോൾ താഴ്ത്തുന്നതെല്ലാം ആരെല്ലാമാണ്? നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തണമെന്ന് പറഞ്ഞു. പിന്നെ ദ എൻ്റയർ കമ്മ്യൂണിറ്റി, സമൂഹം നമ്മളെ താഴ്ത്തും, മനുഷ്യർ. അതാണ് ഐസയ 53:3 മനുഷ്യർ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തുവെന്ന്. അപ്പോൾ യേശുവിനോട് സാരൂപ്യം പ്രാപിക്കാൻ വേണ്ടി ഇതുപോലെ എൻ്റയർ കമ്മ്യൂണിറ്റി ചില സമയത്ത് സമ്മർദ്ദത്തിലാക്കും നമ്മളെ. അപ്പോഴതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശുവിലേക്ക് തിരിയാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളാണ് ജീവിതത്തിൽ വരണത്. പിന്നെ എന്താണ്? ദൈവം തന്നെ നമ്മളെ മരുഭൂമിയിലൂടെ നയിക്കും. അതാണ് അവിടുന്ന് എന്ന് പറയണത്. നിയമാവർത്തനം 8:2-3 എന്താ പറയണത്? അവിടുന്ന് നിങ്ങൾ മരുഭൂമിയിലേക്ക്. അപ്പോൾ 3 തരത്തിലാണ് താഴ്ത്ത പ്രക്രിയ നടക്കണത്. എന്തിനാണ് താഴ്ത്ത പ്രക്രിയ നടക്കണത്? എന്തിനാണ് ഇങ്ങനെ? ഇത് 3 യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? യേശുവിൻ്റെ നാമത്തിൽ നമുക്കും ഉയർച്ച ഉണ്ടാകും. കത്തിയാൽ ഓർക്കണം, ഉയർത്തി വെക്കാനാണെന്ന് ഓർക്കണം. ഉള്ളം കത്താൻ അനുഭവങ്ങൾ എന്തുമാത്രമുണ്ട്? കൊളുത്തപ്പെട്ട ഓർക്കണം, എടുത്ത് വെക്കപ്പെടാനാണെന്ന് ഓർക്കണം. അതാണ് മർക്കോസിൻ്റെ സുവിശേഷമല്ലേ? സ്തുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 വിശുദ്ധ മത്തായി ശ്രീകാരുടെ സുവിശേഷം 5:15 വിളക്ക് കൊളുത്തുന്നത് പീഠത്തിന്മേൽ എടുത്തു വെക്കാനാണ്. അപ്പം കൊളുത്തപ്പെടുന്ന അവസ്ഥ, ഉള്ളം കത്തുന്ന അവസ്ഥ നമുക്കുണ്ടാവും. അപ്പോഴേ ദൈവം ഉദ്ദേശിക്കണത് എന്തിനാ? പീഠത്തിന്മേൽ എടുത്തു വെക്കണത് എന്തിനാണ്? വീട്ടിലുള്ള എല്ലാവർക്കും വെളിച്ചം കാണാനാണ്. നിൻ്റെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശാൻ വേണ്ടിയാണ് നിന്നെ കത്തിക്കണത് ദൈവം. അതിനെ എളിമപ്പെടുത്തുക എന്നുള്ള വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കത്തിക്കുക എന്നുള്ളത്. നിൻ്റെ അഭിമാനത്തെ കത്തിക്കും, ആരോഗ്യത്തെ കത്തിക്കും, സമ്പത്തിനെ കത്തിക്കും, മൊത്തം കത്തിക്കും. നിന്നെ വിളക്കാക്കി മാറ്റും, പീഠത്തിൽ എടുത്തു വെക്കും, എല്ലാവർക്കും വെളിച്ചം കിട്ടാൻ. കാര്യം എന്താണ്? എല്ലാവർക്കും നിന്നെ കത്തിച്ച് കഴിയുമ്പോൾ നീ ആരായി മാറും? നീ ക്രിസ്തുവായി മാറും.
കാര്യം ക്രിസ്തുവാണ് ലോകത്തിന്റെ പ്രകാശം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനങ്ങൾ ജീവിതത്തിൻ്റെ തകർച്ചകളെ ലോകത്തിൻ്റെ മേൽ വിജയം കൈവരിക്കാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കുന്ന വലിയ വിശ്വാസത്തിൻ്റെ സുവിശേഷ സാക്ഷികളാകാൻ ദൈവം നമ്മളെ വചനത്തിലൂടെ ഒരുക്കിയായിരുന്നു. ഇനി ഒരു നിമിഷം ജീവിത പ്രതിസന്ധികളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പതിനായിരക്കണക്കിന് മനുഷ്യരെ ജീവിതത്തിൻ്റെ ദുരന്ത സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഉടമ്പടി ചെയ്ത് ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ അൾത്താറയിലാണ് അച്ഛൻ നിൽക്കുന്നത്. നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ അൾത്താറയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവരാണെന്ന് ഓർക്കണം. കൃപാസനം ലോക്ക്ഡൗണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ഭംഗിയായി കർത്താവിൻ്റെ കൃപയിൽ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈടുവെപ്പിൽ നിന്നാണ് എൻ്റെ മക്കൾക്ക് എപ്പോഴും അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത്. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ അച്ഛൻ പറയും ഇപ്പോഴേ. അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ എപ്പോഴും യേശുനാമത്തിൽ രോഗമുള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പല തരത്തില് തകർന്നിരിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മേ പരിശുദ്ധമ്മേ മാധ്യസ്ഥം വഹിക്കണമേ. ഈ ധ്യാനം ഈ ആഴ്ച മുഴുവനും പല പ്രാവശ്യം കൂടാൻ സാധ്യതയുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ താഴ്പ്രതാടുന്ന അത്ഭുത കരത്താൽ അവരെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, വ്യാധികള് മാറിപ്പോകട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവായ യേശുമിശിഹായേ, അങ്ങയുടെ വിശുദ്ധമായ രക്തത്താലാണല്ലോ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ വിശുദ്ധമായ രക്തം, അങ്ങയുടെ മുൾക്കിടത്തിനൊഴുകുന്ന വിശുദ്ധമായ രക്തം തലവേദന അനുഭവിക്കുന്നവരുടെ ശിരസിലേക്ക് കൊടുക്കണമേ. അങ്ങയുടെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളുടെ വിശുദ്ധ രക്തത്താൽ കരചരണങ്ങളിലെ രോഗപീഠ അനുഭവിക്കുന്നവരെ അങ്ങ് പൂശണമേ. യേശുവിന്റെ നാമത്തിലെ വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, വെരിക്കോസ് രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, തലവേദനകള് യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അവന്റെ അസ്ഥികളൊന്നും അവർ നുറുക്കിയില്ലെന്ന് അനുസ്മരിച്ചുകൊണ്ട് ആ വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. അസ്ഥിക്കുഴകളിലെ വേദനയുള്ളവരെ, നീരുള്ളവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി ഉരുകുന്നവരെ യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 മെസ്സേജ് ഉണ്ട്. ഒന്ന്, ഈ പിൻകഴുത്തിന് താഴെയുള്ള സ്ഥലങ്ങൾ. വാട്സാപ്പിന് അടുത്ത് അറിയത്തില്ല, എനിക്ക് തോന്നുന്നത് അതിൻ്റെ കശേരികൾ എന്ത് ഇളകിയിരിക്കുകയോ അത് നുറുങ്ങിയിരിക്കുകയോ അതുപോലെ തന്നെ അവിടെ നീര് കെട്ടിക്കിടക്കുകയോ മരവിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരും പിൻകഴുത്തിനും മുതുകിനും മുകളിലുള്ള സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നടുവിന് വേദനയുള്ളവരും കിഡ്നി രോഗികളും ഇപ്പോഴ് പതകിനെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നടുവിന് വേദനയുള്ളവരെ, നടുവിന് കശേരികള് ഇളകിയവര്, മുതുകിന് മരവിപ്പുള്ളവരെ യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ധനിക്കും രോഗിക്കും സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ധനിക്കും രോഗിക്കും സൗഖ്യമാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ കോവിഡ് ബാധിച്ചവരും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണ്. ക്വാറന്റൈൻ താമസിക്കുന്നവരും പോസിറ്റീവാകാൻ സാധ്യതയുണ്ടെന്ന് ശരീരത്തിൻ്റെ ശ്വാസമണ്ഡലം കൊണ്ട് തിരിച്ചറിയുന്നവരും പനി മാറാത്തവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് ഈ നിമിഷം നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, കോവിഡ് രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ക്വാറന്റൈൻ താമസിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ, വലിവ്, ശ്വാസമുട്ടൽ, ആസ്മ രോഗികളെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ നെഞ്ചകം കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ശ്വാസകോശ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. മക്കളെ, ഉദര രോഗികൾ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അൾസർ രോഗികൾ, PCOD രോഗികൾ, പിസ്തുല രോഗികൾ എല്ലാം അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കൾ ഇല്ലാത്തവർ അടിവെച്ച് കൈവച്ച് പ്രാർത്ഥിക്കണം. പാങ്ക്രിയാസിന് കേടുള്ളവർ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നീണ്ട ഉദരങ്ങളെ സ്പർശിക്കുന്നതാണ്. ഉദരത്തിൻ്റെ കുഴപ്പം കാരണം ഉറക്കമില്ലാത്തവർ, ഉദരം തട്ടിവീർത്തവർ, മഹോദര രോഗികൾ, കരൾ രോഗം മൂലം ഉദരം തട്ടിവീർത്തവർ, എങ്ങനെ ഉദര സംബന്ധമായ മുഴുവൻ രോഗികളെ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് അമ്മ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന നിമിഷമാണ്. കർത്താവെ അനേകായിരം മക്കളെ അങ്ങ് സുഖപ്പെടുത്തി നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോൾ ഉദര രോഗികൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെ തിരുമുറുവാണെന്ന് വരതുകരും അണിപ്രധാന അത്ഭുതകൃത കർത്താവെ വയറിനെ സ്പർശിക്കണമേ. കർത്താവെ, അൾസർ രോഗികൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ ഉദര രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ആസ്മ രോഗികൾ, എപ്പിലിപ്സി രോഗികൾ, എക്സെല്ലി രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, മനസ്സംബന്ധമായി ഡിപ്രഷൻ ഇരിക്കുന്നവർ, ഒന്നും ചെയ്യാൻ പറ്റാത്തവർ, ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തവർ മക്കൾക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മാനസിക രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഉറക്കമില്ലാത്തവരെ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഈശോ ഉള്ളക്കാലം ഉച്ച വരെ കർത്താവെ, ദഹന്തുകളെ തൊട്ട് ശിഖ വരെ കർത്താവെ എൻ്റെ വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി അടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പാപമില്ല, പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ചുരുട്ടിക്കണേ. പാപമില്ല, പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ചുരുട്ടിക്കണേ. ഓ, നീ അഭിഷേകമേ. ഓ, നീ അഭിഷേകമേ, ഓ, നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ, നീ അഭിഷേകമേ, ഓ, നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. മക്കളെ, തകർന്ന കുടുംബങ്ങളെയാണ് ഈശോ കാണിച്ചു തരുന്നത്. അതായത് ഭാര്യ ഭർത്തകന്മാർ തമ്മിൽ ഇനി ഒരിക്കലും ഇവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മക്കളെ ഓർത്തിട്ടാണ് ജീവിക്കണത്. ഇനിയിപ്പോൾ അതും അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് അകന്നു പോയ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ആരാധന അതിമനോഹരമായ നിമിഷമാണ്. കർത്താവ് നിങ്ങളുടെ വേദന കാണുന്നു, നിങ്ങളുടെ കുടുംബം തകരുന്നത് കാണുന്നു. ഇപ്പോഴേ കർത്താവെ അങ്ങ് കാണിച്ചു തരുന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, അകന്നുപോയ കുടുംബങ്ങൾ, മക്കൾ തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടു പോയവർ, കേസിൽ, വഴക്കിൽ, അതിർത്തി തർക്കങ്ങളിൽ എല്ലാം അകപ്പെട്ടു പോയവർ, കർത്താവെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കാരണവുമില്ലാത്ത രീതിയിൽ ജീവിതം നിരർത്ഥകമായി പോയ മാതാപിതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ വെച്ച് അങ്ങയുടെ വിശുദ്ധ വരത്തുകരം ആ കുടുംബങ്ങളെ തളിക്കണമേ, സ്മരിച്ചിക്കണമേ. ഈശോ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കണം. അളിച്ച കർത്താവ്, നിന്റെ നാമത്തെ കർത്താവ് ആ കുടുംബത്തിന് അത്തറയുന്ന കർത്താവ്, അങ്ങനെ അഭിഷേകത്തിന് അടിയൻ കർത്താവ് സമാധാനം ആശംസിക്കുന്ന യേശു ക്രിസ്തു നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിന് കൃപ നിറയട്ടെ. ശ്രുതികടേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഓ, നീ അഭിഷേകമേ, ഓ, നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ, നീ അഭിഷേകമേ. ഓ, നീ അഭിഷേകമേ, ഓ, നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഭയങ്കര സംഘർഷത്തിലൂടെ പോവുകയാണ്. കാരണം ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പലർക്കും മൊബൈലില്ല, പലർക്കും ടി വി ഇല്ല. അപ്പോഴേ കുഞ്ഞുങ്ങൾ തന്നെ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷ എഴുതിയതിന് ശേഷവും ഇപ്പോഴേ വീണ്ടും റീടെസ്റ്റ് വന്നിരിക്കുന്നു. കൊറോണ വ്യാപകമായി പോകുമ്പോഴും നമ്മൾ ഒരു വലിയ വിഷമസന്ധിയിൽ പൊതുജീവിതം സ്തംഭിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി
കർക്കശ്യമാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഇരുട്ടിൻ്റെ എന്ത് ചെയ്യണമെന്ന് ജീവിതത്തിൽ നമ്മൾ തപ്പിത്തടയുന്ന ഒരു കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കൊറോണയും അതോട് ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ ജീവിത തകർച്ചകളും യേശു ക്രിസ്തു നാമത്തിൽ നിർവീര്യമാകട്ടെ. രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മൗന പ്രാർത്ഥനയുടെ സമയമാണ്. അവസാന ആശീർവാദം, സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോഴ് അച്ഛൻ ഇവിടെ സൂചിപ്പിക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി തിരുഹൃദയ വണക്കമാസം സമാപിക്കുകയാണ്. 5 മണിക്ക് കൃപാസനത്തിൽ നിന്ന് തിരുഹൃദയ വണക്കമാസ പ്രാർത്ഥന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ അവസാനമായി പങ്കെടുത്ത ആശീർവാദം പ്രാപിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്ത, നാളെ വൈകുന്നേരം 4 മണി മുതൽ എല്ലാ ദിവസവും തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾക്ക് കൃപാസനത്തിലെ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയണത്, ഞങ്ങൾ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകൾ തത്സമയം തന്നെ നിങ്ങൾക്ക് ഈ കൃപാസന അൾത്താരയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥന് സമർപ്പിക്കാവുന്നതാണ്. അതിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ എടുത്ത് എപ്പോഴും 600 പേര് ഒരു സമയത്ത് ലോകത്തിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെല്ലാം കൂടി ചേർന്നൊരു ജപമാല ചെയിനായിട്ടാണ് നമ്മൾ നാളെ വൈകുന്നേരം 5 മണി മുതൽ പ്രാർത്ഥിക്കണത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അതിലൂടെ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോഴും മലയാളത്തിൽ ലൈറ്റ് അക്കാദമി പ്രയറിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് കൃപാസനത്തെ അറിയിക്കാം, ലൈറ്റ് അക്കാദമി പ്രയർ റിക്വസ്റ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പം നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസവും ഒരുമിച്ച് തമ്മിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. ശനിയാഴ്ചകളെല്ലാം അച്ഛൻ നേരിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ ഓൺലൈനിൽ കേൾക്കുന്നതായിരിക്കും. ഈ ഗൂഗിൾ മീറ്റിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് അച്ഛൻ നിർദ്ദേശിക്കുകയും ആ സമയത്ത് തന്നെ ഓൺലൈനിൽ നമ്മളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിനുള്ള പോസ്റ്ററുകൾ ഇന്ന് തന്നെ നമുക്ക് അച്ഛൻ നമ്മുടെ കൃപാസന VP ജോസഫ് കൃപാസന അക്കൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പോസ്റ്റർ ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ നിയമങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധൻ